പ്രിയപ്പെട്ട സഖാക്കളെ, ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതും നിങ്ങളാകെ അതിനെ സ്വാഗതം ചെയ്തതും വലിയൊരു അംഗീകാരമായി തന്നെ ഞാൻ കരുതുന്നു. നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഞാനും പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. നമുക്ക് പരസ്പരം കൈമാറാൻ നിരവധി ആശയങ്ങളുണ്ട്. നമുക്ക് ഒന്നിച്ചു പോകാൻ കൃത്യമായ വഴികളുണ്ട്. ഈ വഴികളിൽ നാം ഒന്നിച്ചു ചേരുന്ന പ്രത്യേക ഘട്ടങ്ങൾ അത് എനിക്കും നിങ്ങൾക്കും സന്തോഷം പകരുന്നതാണ്. പുതിയ ലോകക്രമത്തിൽ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു പ്രശ്നം തന്നെ ആയി മാറിയിരിക്കുന്നു. ലോകം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയാണ്. കോർപ്പറേറ്റുകൾ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തം എന്ന പേരിൽ കോർപ്പറേറ്റുകളും ഭരണാധികാരികളും മാധ്യമങ്ങളും നീതി നിർവഹണ സംവിധാനവും പരസ്പര പൂരകമായി പരസ്പരം സഹായിച്ച് പ്രവർത്തിക്കുകയും അത് അധ്വാനിക്കുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗത്തിന് കടുത്ത അനീതി സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശബ്ദം അത് ആരാണോ കേൾക്കേണ്ടത് അവരിലേക്ക് എത്തിക്കാനുള്ള വേദികൾ, വഴികൾ നമുക്ക് മുന്നിൽ അടയുന്ന അനുഭവം നാം അഭിമുഖീകരിക്കുന്നു. എങ്ങനെ അതിനെ മറികടക്കാം? കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ചൂഷക ഭരണകൂടങ്ങളുടെ ആയുധമായി മാറുന്ന അത്തരം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അവ അടിച്ചമർത്തലിൻ്റെ സന്ദേശം നൽകുന്നു. നമുക്ക് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന വാർത്തയുടെ അംഗീകൃത രീതികളെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും? ലോകത്താകെ ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അധ്വാനിക്കുന്നവർ അന്വേഷിക്കുന്ന ഉത്തരമാണ് അത്. അതിൽ പലതരത്തിലുള്ള പഠനങ്ങളും ലോകത്താകെ നടന്നിട്ടുണ്ട്. എന്നാൽ അത്തരം പഠനങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ ഒരു കണ്ടെത്തൽ, കൃത്യമായ ഒരു ബദൽ രൂപപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായ രൂപീകരണം അത് ഉണ്ടായി എന്ന് പറയാനാകില്ല. അത് അന്വേഷകരുടെ കുറ്റമല്ല, മറിച്ച് അങ്ങനെ ഒരു ബദലിനെ അസാധ്യമാക്കുന്ന സാമൂഹിക സാമ്പത്തിക ക്രമം ലോകത്ത് നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ അസാധ്യമായ അനുഭവത്തിന് പിന്നിൽ ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നിലനിൽക്കുന്ന വാർത്തയുടെ രീതികളെ മാറ്റിമറിക്കേണ്ടതുണ്ട്. വാർത്തയുടെ വിനിമയവും സ്വാധീനവും രചനയും ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട്. അത്തരമൊരു ശ്രമത്തിന് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് നവമാധ്യമങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ജനാധിപത്യ സാധ്യതകൾ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ 160 മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണയിക്കാൻ തക്ക രൂപത്തിൽ നവമാധ്യമങ്ങളുടെ, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം വളർന്നിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ നവമാധ്യമങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പൊതുവെ
വിശേഷിപ്പിച്ചത്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ അവ വാർത്താ വിതരണ വേദികളായി മാറി. അതിനു പുറമെ ഇത്തരം സൈറ്റുകളിലൂടെ സാമ്പ്രദായിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ വിചാരണ നടന്നു. ഡിജിറ്റൽ യുഗം നമുക്ക് സമ്മാനിച്ചത് നിലനിൽക്കുന്ന വാർത്തയുടെ അംഗീകൃത രീതികളെ മാറ്റിമറിക്കാനുള്ള സാധ്യതയാണ്. നമുക്ക് മുന്നിൽ ഇപ്പോൾ ട്വിറ്ററുണ്ട്, ഫേസ്ബുക്കുണ്ട്, അതുപോലെ നിരവധി സാമൂഹ്യ മാധ്യമ വേദികളുണ്ട്. യൂട്യൂബുണ്ട്, ഗൂഗിൾ പ്ലസ് ഉണ്ട്. അത്തരം നിരവധി നമുക്ക് പ്രത്യേക ചെലവുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ചെലവിൻ്റെ അമിതഭാരമില്ലാതെ ഉപയോഗിക്കാനാവുന്ന നിരവധി സാധ്യതകളുണ്ട്. അവ എങ്ങനെ ജനാധിപത്യപരമായി ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് നമ്മളെപ്പോലുള്ള തൊഴിലാളി വർഗത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ഉള്ള വിഷയം. ലോകം ഏറെ ചർച്ച ചെയ്തതും അതുപോലെ ലോകത്തിനാകെ ഊർജം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, കോർപ്പറേറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, പുതിയ കാലത്ത് നവമാധ്യമങ്ങളിലെ ഇടപെടൽ ഓരോ യുവാവിൻ്റെയും ഓരോ പൗരൻ്റെയും പുതിയ കാലത്ത് നവമാധ്യമങ്ങളുടെ ഇടപെടൽ ഏത് തരത്തിലാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഓരോ ചെറുപ്പക്കാരനും പുതിയ തൊഴിൽ സാധ്യതകൾ പോലും അന്വേഷിച്ചിന്റെ അഭിപ്രായ രൂപീകരണത്തിലും എന്ന് വന്നിരിക്കുന്നു. സമൂഹത്തിൻ്റെ പൊതുബോധ നിർമ്മാണത്തിലും സുപ്രധാന ശക്തി ചെലുത്തിയിരുന്നത് സാമ്പ്രദായിക മാധ്യമങ്ങൾ, അതായത് നമുക്ക് മുന്നിലുള്ളത് പത്രം, ടെലിവിഷൻ, റേഡിയോ ഇവ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് നവമാധ്യമങ്ങൾ ആ ഒരു പദവി നവമറിച്ച നിരവധി ബഹുജന മുന്നേറ്റങ്ങൾ, ബഹുജന സമരങ്ങൾ ഇവയുടെയൊക്കെ പ്രേരക ശക്തിയോ അതല്ലെങ്കിൽ പ്രചാരണ ശേഷിയോ നവമാധ്യമങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നാം ഇന്ത്യയിൽ ഏതാണ്ട് 15.54 ദശലക്ഷം വീടുകളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉണ്ട്. 7.6 ദശലക്ഷം ആളുകൾക്ക് മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അതിലൂടെയുള്ള ഇന്റർനെറ്റ് ഉപഭോഗത്തിൻ്റെയും വ്യാപ്തി വർദ്ധിച്ചു വരുന്നു. ലോകത്താകെ 2.8 ശതകോടി ആളുകൾക്കാണ് സോഷ്യൽ നെറ്റ്വർക്ക് പ്രൊഫൈലുള്ളത്. ഏതാണ്ട് 180 ദശലക്ഷം ബ്ലോഗുകളുണ്ട്. അതിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ ഈ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിൻ്റെ സാക്ഷരത, കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് സാക്ഷരത ഇതൊക്കെ അതിൽ ഘടകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ, അത് ഇടതുപക്ഷ ഇടപെടൽ, അത് വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ നമുക്ക് മുന്നോട്ട് പോക്കി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, നമ്മുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, നമുക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അത് പ്രക്ഷേപണം അഥവാ സംപ്രേഷണം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ എതിരാളികളിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ വാർത്തകളും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും ആശയവും ജനങ്ങളിലെത്തിക്കാൻ ദേശാഭിമാനി എന്ന ഒരു പത്രമേ ഉള്ളൂ. കൈരളി പീപ്പിൾ എന്ന ഒരു ചാനലേ ഉള്ളൂ. മറ്റെല്ലാ പത്രങ്ങളും മറ്റെല്ലാ ചാനലുകളും ടെലിവിഷൻ ചാനലുകളും ഏറെക്കുറെ ഇടതുപക്ഷത്തിനെതിരായ, ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ മുദ്രാവാക്യങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ വികാരം വളർത്തുന്ന വാർത്തകളും വിശകലനങ്ങളുമാണ് പത്രങ്ങളുടെ തുടർച്ചയായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രചാരത്തിൻ്റെ അളവെടുത്താൽ ദേശാഭിമാനി ആകെ ഉള്ളതിൻ്റെ 10% അതുപോലെ തന്നെയാണ് പീപ്പിൾ ചാനലിൻ്റെയും കാര്യം. അത്
മറ്റെല്ലാ ചാനലുകളെയും എടുത്താൽ ചെറിയ ഒരു സാന്നിധ്യമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാഷ്ട്രീയം ജനങ്ങളിലെത്തണമെങ്കിൽ ഈ രണ്ട് ദേശാഭിമാനി പത്രത്തെയും പീപ്പിൾ ചാനലിനെയും മാത്രം ആശ്രയിച്ചാൽ സാധ്യമാകുമോ എന്നതാണ് നാം പുതിയ കാലത്ത് നേരിടുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ പരിധിയിലുള്ള മാധ്യമങ്ങൾക്ക് ഉപരിയായി പുതിയ മാധ്യമ സങ്കേതങ്ങൾ, പുതിയ വാർത്താ വിതരണ രീതികൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് നവമാധ്യമം എന്ന പുതിയ സാധ്യത എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന ചർച്ച ഉയർന്നു വരുന്നത്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന പ്രചാരണം ഒരു ഭാഗത്ത്, സ്കൂളുകളിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ മറുവശത്ത്, പുതിയ തലമുറയെ അരാഷ്ട്രീയവൽക്കരിക്കാൻ സംഘടിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെ അതിജീവിക്കാനും നമുക്ക് നവമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പുതിയ മാധ്യമങ്ങളുടെ സങ്കേതം 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരാധമൻ, ഏറ്റവും കൊടിയ മനുഷ്യത്വഹീനൻ എന്ന പേര് കേട്ട നരേന്ദ്രമോദിയെ ഒരു ദശാബ്ദം കൊണ്ട് ഇന്ത്യയുടെ വികസന നായകനാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് നവമാധ്യമങ്ങളിലൂടെ ബോധപൂർവം ആസൂത്രിതമായി നടത്തിയത്. അത് കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ അനേക കോടികൾ ചെലവിട്ട് അനേക സഹസ്രം പ്രൊഫഷണലുകളെ മറികടക്കാനോ എതിർക്കാനോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായ മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാൻ ഏതാണ്ട് അത്ര തന്നെ പണം പരാജയപ്പെട്ടത് നവമാധ്യമങ്ങളുടെ ആസൂത്രിതമായ ഉപയോഗത്തിന്റെ സാധ്യതകൾ വേണ്ട രീതിയിൽ കണ്ടെത്താനോ പ്രയോജനപ്പെടുത്താനോ കഴിയാത്തത് കൊണ്ടാണ് എന്ന സത്യം നാം വിസ്മരിക്കാൻ പാടില്ല. വലിയ തോതിൽ പണം ചെലവിട്ടാണ്, പണം കോൺഗ്രസ് ആയാലും BJP ആയാലും അഴിമതികളിലൂടെ ആർജിച്ചെടുത്ത വലിയ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ പണമില്ല. നമ്മുടെ കയ്യിൽ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാനും പ്രചരിപ്പിക്കാനും അണിനിരത്തിക്കൊണ്ട് മാത്രമേ ഈ രംഗത്തെടുക്കാൻ നമുക്ക് ഇടപെടാനാവും. നേരായ രീതിയിൽ ഇടപെടാനും കഴിയുന്നത് യുവതലമുറയ്ക്കാണ്. കാരണം നവമാധ്യമങ്ങൾ ചെന്നെത്തുന്നത് ഏറിയ കൂറും യുവാക്കളിലാണ്, യുവജനങ്ങളിലാണ്. അതല്ലാതെ മുതിർന്ന തലമുറ ഇത്തരം മാധ്യമങ്ങളിലെ പുതിയ സങ്കേതങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള സാധ്യതയും ഈ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തരാക്കുക എന്ന് മാത്രമല്ല, ഇത്തരം മാധ്യമങ്ങളിലൂടെ നാം സോഷ്യൽ മീഡിയയുടെ ഒരു കണ്ണിയെയും ഒരു പ്ലാറ്റ്ഫോമിനെയും അവഗണിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്, ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ, ഫേസ്ബുക്ക് ആണെങ്കിൽ ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ, അതുപോലുള്ള നിരവധി സങ്കേതങ്ങൾ, നിരവധി പ്ലാറ്റ്ഫോമുകൾ ഈ രംഗത്തുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ചിത്രങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ആ ഇൻസ്റ്റാഗ്രാമിലൂടെ നാം നമ്മുടെ ചിത്രങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ സന്ദേശം ഉയർത്തുന്ന, പ്രസരിപ്പിക്കുന്ന ചിത്രങ്ങൾ, അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യത നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു. അതുപോലെ തന്നെ നാം ഫേസ്ബുക്കിൽ ഇടപെടുമ്പോൾ ആ ഫേസ്ബുക്കിനോട് ചേർന്നുകൊണ്ട് ട്വിറ്ററിലൂടെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ നമ്മുടെ സന്ദേശം, നമുക്ക് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള സാധ്യതയാണ് ട്വിറ്ററിൽ. ബ്ലോഗുകളിലൂടെ വളരെ വിശദമായി നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ബ്ലോഗുകളിലൂടെ, ഗൂഗിൾ പ്ലസിലൂടെ കൂടുതൽ ആളുകളെ ചർച്ചകളിലേക്കും സംവാദങ്ങളിലേക്കും ആകർഷിക്കുന്ന ഗൂഗിൾ പ്ലസിലൂടെ, ഇങ്ങനെ ലഭ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് നാം വാട്സാപ്പ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ്. സാധാരണ നിലയിൽ
വാട്സാപ്പിൽ 100 പേർക്ക് മാത്രമേ തത്സമയം ഈ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയൂ. എന്നാൽ ആ 100 പേർ ഉൾപ്പെടുന്ന 100 വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരേ സന്ദേശം പ്രചരിപ്പിച്ചാൽ ഒറ്റയടിക്ക് അതിൻ്റെ പ്രചാരം 100 ഇരട്ടിയായി മാറുന്നു. അത് ഒരു ഈ വൈറസുകൾ, ഈ രോഗാണുക്കൾ പടരുന്നത് പോലെ, അല്ലെങ്കിൽ വൈറസുകൾ പടരുന്നത് പോലെ 1ന് 2, 2ന് 4 എന്ന രീതിയിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നാം സങ്കല്പിക്കാത്ത രീതിയിൽ നമ്മുടെ സന്ദേശം ലോകത്തിന് എത്തിക്കാൻ പര്യാപ്തമായ മാർഗമാണ്. അത്തരം രീതികൾ നാം സാധാരണ നിലയിൽ ഫേസ്ബുക്കിൽ ഒരു കാര്യം നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്നീട് മാറി നിന്ന് അത് എത്രയാൾ ഇഷ്ടപ്പെട്ടു, എത്രയാൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകി എന്ന് അളന്നു നോക്കി സംതൃപ്തി അടയുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്ന പതിവാണ് ഉള്ളത്. അതാണ് നമ്മുടെ ശരിക്ക് ഈ നമ്മുടെ നിലനിൽക്കുന്ന കാലത്ത് മാധ്യമങ്ങളുടെ രീതി, സാമൂഹ്യ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായി നമ്മുടെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകാൻ പര്യാപ്തമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഇത്തരം കൂടിച്ചേരലും ഇത്തരം ആശയവിനിമയവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ സഖാക്കൾ എടുത്ത ഈ മുൻകൈക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. ലാൽസലാം സഖാക്കളെ, നന്ദി. ലാൽസലാം പി എം മനോജ് സഖാവെ, ഞാനൊരു യുവ സഖാവാണ്. സഖാവെ, പട്ടേൽ സമുദായത്തിന്റെ കലാപം ഉണ്ടായ ദിവസം സർക്കാർ ഇന്റർനെറ്റ് നിരോധിച്ചിരുന്നു. ഈ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ, ഈ സക്കർബർഗ് പോലുള്ള വലിയ മുതലാളിമാരുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇത്തരം മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയും? അതാണോ ഫാസിസ്റ്റുകൾ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും സംസ്കാരത്തിനെ മാറ്റാൻ കെൽപ്പുള്ള ആഗോളവൽക്കരണത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നത് പോലെ അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ അനുവദിക്കുന്നത് നമുക്ക് ഗുണകരമായി നോക്കിക്കാണണം. ആ സംശയം വളരെ ന്യായമാണ്. നാം ഒരിക്കലും ഫേസ്ബുക്കിൻ്റെയോ ട്വിറ്ററിൻ്റെയോ പ്രചാരണമല്ല ഏറ്റെടുക്കുന്നത്. ഫേസ്ബുക്കും ട്വിറ്ററും പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന സാധ്യതകൾ അത് നമ്മുടെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഫേസ്ബുക്ക് സഖാവ് പറഞ്ഞതുപോലെ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ കോർപ്പറേറ്റ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് എതിരായ ദൗത്യമാണ് ഫേസ്ബുക്ക് ആകെ നിർവഹിക്കുന്നത് എന്ന ബോധ്യം ആ ഫേസ്ബുക്ക് എന്ന മാധ്യമത്തെ തന്നെ ഇല്ലാതാക്കാൻ ഈ കോർപ്പറേറ്റിനെ നിർബന്ധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ദിവസം ഫേസ്ബുക്കിന് ഇല്ലാതായി എന്ന് വരാം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളെ എങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിന് അനുരോധമായി ഉപയോഗിക്കാം എന്നതല്ലാതെ നമ്മുടെ ഈ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രയോജനപ്പെടുത്തൽ ഇത്തരം മാധ്യമങ്ങളുടെ വളർച്ചയെയോ അല്ലെങ്കിൽ നിലനിൽപ്പിനെയോ സഹായിക്കുന്ന രീതിയിൽ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രചാരകരാകും. ഫേസ്ബുക്ക് ആണെങ്കിൽ കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയം അത് കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയമാണ്, മുതലാളിത്തത്തിൻ്റെ രാഷ്ട്രീയമാണ്, തൊഴിലാളി വർഗ വിരുദ്ധ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ഉപയുക്തമായ ഒന്നല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അത് നേരെ നമുക്ക് എതിരെ തിരിയുന്ന അവസ്ഥയും വരും. അത് മുന്നിൽ കാണണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ തൊഴിലാളി വർഗ, അതായത് നാം ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് മുന്നിലുള്ള പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുവോ അതാണ് പ്രധാന കാര്യം. അതിന് നമുക്ക് മുന്നിൽ ജനാധിപത്യപരമായ സാധ്യതകൾ തുറന്നു തരുന്ന ഒന്നാണ് നിലവിലുള്ള സോഷ്യൽ മീഡിയ,
സാമൂഹിക മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ നാം പരമാവധി നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, നമുക്കെതിരായി തിരിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. കാരണം കഴിഞ്ഞ അറബ് വസന്തം വന്നപ്പോൾ അത് വലിയ തോതിൽ ജനങ്ങളുടെ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തെളിഞ്ഞപ്പോൾ സൗദി അറേബ്യ ചെയ്തത് ഫേസ്ബുക്കിൽ ഓഹരി എടുക്കുകയാണ്. അതുപോലെ അറബ് രാഷ്ട്രങ്ങളിൽ പലതും ഇതിൻ്റെ ഈ ഉടമാവകാശം സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം നടന്നപ്പോൾ യാഹൂവിൽ നിന്ന് പല വാക്കുകളും ഒക്യുപ്പൈ വാൾസ്ട്രീറ്റ് എന്ന് പറയുന്ന ആ പ്രയോഗം ഉൾപ്പെടെ ഫിൽട്ടർ ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അത് സാങ്കേതിക തടസ്സമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ജനകീയ മുന്നേറ്റങ്ങളെ, മുതലാളിത്തത്തിനെതിരായ ചൂഷണത്തിനെതിരായ മുന്നേറ്റങ്ങളെ സദാ ജാഗരൂകരായി തടയാൻ ബാധ്യതപ്പെട്ട പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ മൂലധനമാണ് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം.